നേരത്തെ പറഞ്ഞൊരു കാര്യം, കാരണം ഈ ഒരു ദുരന്തം കഴിയുമ്പോഴും ഈ ആശങ്കകൾക്ക് വക നൽകുന്ന ചില റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ദുരന്തം കഴിഞ്ഞാണല്ലോ ആലോചന തുടങ്ങുന്നത്. ഓരോ ദുരന്തം കഴിയുമ്പോഴും കുറെ പ്രസ്താവനകൾ, കുറെ നടപടികൾ, കുറെ പഠനങ്ങൾ. പക്ഷെ അടുത്ത ദുരന്തം വരെ കാത്തിരിക്കുന്നു. ഇത് പറഞ്ഞ് ആവർത്തന വിരസത ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നിയേക്കാം, പക്ഷെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 2018, 2019 കേരളം നടുങ്ങി വിറച്ച് പകച്ചു നിന്ന 2 ദുരന്തങ്ങൾ. അതിനുശേഷം 2020 ഒരു പഠന റിപ്പോർട്ട്, IIT-യിലെ പ്രൊഫസർമാരടക്കമുള്ള 5 അംഗ വിദഗ്ധ സംഘം വയനാട്ടിൽ വന്ന് താമസിച്ച് അവിടുത്തെ ഭൂപ്രകൃതി, മണ്ണിന്റെ അവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, മഴയുടെ തോത് എല്ലാം പഠിച്ച ശേഷം എഴുതി വെച്ചൊരു റിപ്പോർട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ജ്ഞാനമൊന്നും വേണ്ട, വളരെ കൃത്യമാണ് അവർ പറഞ്ഞത്. അവിടെ പെയ്യുന്ന മഴയുടെ തീവ്രത, അത്ര തീവ്രമായ മഴ എത്ര സമയം പെയ്യുന്നു, മഴയുടെ ദൈർഘ്യം, ഇത്രയും നോക്കിയാൽ, അത് പാരാമീറ്ററാക്കി, അത് മാനദണ്ഡമാക്കിയാൽ ഇതിനുള്ള സാധ്യത മുൻകൂട്ടി അറിയാം. ഉരുൾപൊട്ടലിന്റെയും മണ്ണൊലിപ്പിന്റെയും മണ്ണിന്റെ ഘടന വരെ പഠിച്ചിട്ടാണ് ആ റിപ്പോർട്ട്. അത്രയുമാണ് അതിലെ ശാസ്ത്രീയ അല്ലെങ്കിൽ സാങ്കേതിക വശം. അത് പഠിക്കാനോ അവർ നിർദ്ദേശിക്കുന്ന കുറേ സ്ഥലങ്ങളിൽ മഴമാപിനി, അതായത് റെയിൻ ഗേജ് വയ്ക്കണം. ഇപ്പോൾ ഇത്തവണ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇത്തവണത്തെ മൺസൂണിൽ കാലവർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയ്ക്കാണ്. ആ വയനാട്ടിലാണ് ഈ നാടിനെ നടക്കിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് പറയാതെ, അതാണ് LEWS, മനസ്സിലായില്ലേ, ഏർലി വാർണിംഗ് സിസ്റ്റം. എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി ലോല മേഖലകൾ, വയനാട്, ഇടുക്കി പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ചത് പറയുക തന്നെ വേണം. പക്ഷേ എങ്കിലും ഈ ദുരന്തങ്ങൾ കഴിയുമ്പോഴും ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം അവിടെ ശക്തമാകുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടറുടെ കണ്ണിലും പെട്ടു. പല ഓമന പേരിട്ട് വിളിക്കും: വികസനം, ടൂറിസം, റിസോർട്ട്. നോക്കൂ, ഈ റിസോർട്ട് അടക്കമല്ലേ കൊണ്ടുപോകുന്നത്. പ്രകൃതിക്ക് അങ്ങ് ഇത് പൊട്ടി ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ. ഇതിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഭീതി ഒഴിയാതെ ഇപ്പോഴും തുടരുകയാണ്. ഈ സമയത്തും അധികാരികളുടെ മൗനസമ്മതം കൊണ്ട് ക്വാറി മാഫിയകൾ കാർന്ന് തിന്നുന്നത് ജനങ്ങളുടെ സ്വൈര ജീവിതം കൂടിയാണ്. ഇതിനൊരു നടപടി വേണമെന്നതാണ് റിപ്പൺ വാളത്തൂരിലെ ജനങ്ങളുടെ ആവശ്യം. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉരുളെടുത്ത മുണ്ടക്കയും ചൂരൽമലയുമൊക്കെ തീരാ നോവാണ്. വയനാട്ടിലെ പല സ്ഥലങ്ങളും റെഡ് സോൺ ആണെന്ന് അധികാരികൾ തന്നെ പറയുന്നു. എന്നാൽ ഇന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നത് ചില ക്വാറി മാഫിയകളുടെ പ്രവർത്തനമാണ്. ഇത് മുപ്പേനാട് പഞ്ചായത്തിൽ വാളത്തൂർ ചീരമട്ടം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ഏകദേശം ഒരു 600ഓളം വീടുകൾ നിലവിലുണ്ട്. ഈ കോറിക്ക് പ്രവർത്തന അനുമതി കിട്ടിയത് തൊട്ടടുത്ത് തന്നെ 45 മീറ്റർ ചുറ്റളവിൽ ഒരു വീടുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കോറി മാഫിയയെ സഹായിച്ചത്. ഇത് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. ഇപ്രാവശ്യം ഈ കോറിക്ക് വേണ്ടി മണ്ണെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ക്യാമ്പിൽ പോയി താമസിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇതിലാണ് വയനാട്ടിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായ കാരണങ്ങളൊക്കെ ഇങ്ങനെ കോറിക്ക് കൊടുത്ത ലൈസൻസിനാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഈ കോറി ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുള്ളൂ. കാരണം അതിന് ഏതറ്റം വരെ ഞങ്ങൾക്ക് പൊരുതേണ്ടി വന്നാലും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുണ്ടക്ക എന്ന് പറഞ്ഞ പ്രദേശം. അവിടെ നമുക്കൊക്കെ നമ്മുടെ മുൻകാല തലമുറകൾ പറയുന്നുണ്ട് അവിടെ ഒരു കോറി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പൊട്ടിയതെന്നൊക്കെ. അപ്പോൾ ഇനിയും ഇവിടെ കോറി അനുവദിച്ചാൽ ഇതുപോലത്തെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കില്ല. ഇന്നലെ വരെ നമ്മൾ ഇവിടുന്ന് ഒരു ഭൂചലനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലല്ലേ. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഹൈക്കോടതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെരുവുള്ള പ്രദേശങ്ങളിൽ മണ്ണെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ജിയോളജീൻ്റെ വകുപ്പ് അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ചെറിയ സമാധാനം, ഇവരിപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്യാണ്ട് നിൽക്കുമെന്നും ഇവർ പറയും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു രംഗത്ത് വരും. അപ്പോൾ നമ്മളൊന്നും അറിയാണ്ടാണ് അധികാരികൾ ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അത് എതിർക്കണം, അത് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ കുറേ തീരുമാനം. ഇവിടെയാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ മുണ്ടക്കായ്. ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളൂ. ആ മുണ്ടക്കായ് പോലത്തെ ഒരു മലമ്പ്രദേശമാണ് ഇവിടെ താഴ്വാരങ്ങൾ ഒരുപാട് വീടുകളുണ്ട്.
ഇവിടെ തഹസിൽദാർ വന്നിട്ട് 43 മീറ്ററിൽ വീടുകളുണ്ട്, റെഡ് സോൺ എന്നുള്ള പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉണ്ടായിരിക്കുകയാണ് കോറിക്ക് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായി സമരം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ദുരന്തമല്ലാതെ ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ മുണ്ടക്കായൻ്റെ മുമ്പ് ഇവിടെ ഉരുൾപൊട്ടി എല്ലാവരും നിലമ്പൂർ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇവിടെ സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇവിടുത്തെ അധികാരികൾ ഉദ്യോഗസ്ഥരൊക്കെ ഈ കോറിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ ചെയ്തു കൊടുക്കുകയാണ്. അത് മുണ്ടക്കായാണ്. ഇവിടെ നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ആ മുണ്ടക്കായ് പൊട്ടുന്ന ശരിക്കും ശബ്ദം ഞങ്ങൾ കേട്ടതാണ്. രാത്രി ഞങ്ങൾ 2 മണിക്ക് ആ സൗണ്ട് കേട്ടിട്ട് ഇവിടുത്തെ എല്ലാവരും പേടിച്ചിട്ട് ഇതിന് മുകളിലാണ് നിന്നത്. അത്രത്തോളം ഭീതിയിലാണ് ഈ കോരിയും കൂടി വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും ഈ കോരി ഏതറ്റം വട്ട പോയാലും ഞങ്ങളിത് തടയന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇവിടെ ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്താലും ഇത് തടയന്നെ ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വാക്കുകൾ. ഈ പ്രദേശത്താണ് ഇത്തരമൊരു കോറി വരുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മറ്റൊരു വലിയ ദുരന്തത്തിന് കൂടെ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ അനു ജാനാവറിനൊപ്പം എം മനോജ്, ജനം, വയനാട്.